അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഈവനിങ് ടു നൈറ്റ് വരെയുള്ള കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ 4-5 ദിവസം മുന്നേ എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. പക്ഷേ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. മഴയൊക്കെ ആയിട്ട് പുറത്തുനിന്ന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെയാണ് വീഡിയോ ഇടാൻ ഡിലേ ആവുന്നത്. ഇപ്പോൾ ഞാനിതാ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുകയാണ് കേട്ടോ. മഴക്കാലമായതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര വിശപ്പാണ്. ഏതു നേരം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. വേനൽക്കാലമാകുമ്പോൾ പിന്നെ കൂടുതലും വെള്ളം കുടിച്ചിട്ട് അങ്ങനെ വിശപ്പൊന്നും തോന്നാറില്ല. വെള്ളം, ജ്യൂസ് അങ്ങനെയുള്ളതൊക്കെയാണല്ലോ കുടിക്കാൻ തോന്നുക. ഇപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്ത ഐറ്റംസാണ് കഴിക്കാൻ തോന്നുന്നതൊക്കെ. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അസ്മാഉൽ ഹുസ്ന ജേർണലിംഗ് ചെയ്തത് നോക്കാം. ഇതുവരെ നമ്മൾ 50 ഇസ്മാണ് ജേർണലിംഗ് ചെയ്തിട്ടുള്ളത്. 51ാമത്തെ ഇസ്മ് അൽ ഷഹീദു എന്ന ഇസ്മാണ്. എല്ലാത്തിനും സാക്ഷിയായവൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. ഈ ഇസ്മ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കുള്ള മടക്കം ലഭിക്കും. പിന്നെ അനുസരണക്കേട് കാണിക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കോ ഇത് ചൊല്ലി ഊതിയിട്ടുണ്ടെങ്കിൽ അവർ അനുസരണയുള്ളവരായിട്ട് മാറും. ഇനി അടുത്തത് 52ാമത്തെ ഇസ്മാണ് അൽ ഹക്കു, സത്യമായവൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. ഈ ഇസ്മ് പതിവായി 1000 പ്രാവശ്യം ചൊല്ലിയാൽ സ്വഭാവം നന്നാവും. പിന്നെ വിഷമങ്ങൾ നീങ്ങിപ്പോവുകയും ചെയ്യും. 53ാമത്തെ ഇസ്മാണ് അൽ വക്കീലു, ഭാരമേൽപ്പിക്കപ്പെടുന്നവൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. ഇത് പതിവായി ചൊല്ലുന്നവരുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സാധിച്ചു കൊടുക്കും. മുസീബത്തുകൾ നീങ്ങും. ഖൈറിൻ്റെയും റിസ്കിൻ്റെയും കവാടം തുറക്കപ്പെടും. നാശത്തിൽ നിന്നും മോചനം ലഭിക്കും. ഇനി 54ാമത്തെ ഇസ്മ് അൽ ഖവിയ്യു, സർവശക്തൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. മനക്കരുത്ത് കുറഞ്ഞവരും ശാരീരിക ദൗർബല്യമുള്ളവരും ഇത് പതിവാക്കിയാൽ മനക്കരുത്തും ശക്തിയും ലഭിക്കുന്നതാണ്. അതുപോലെ അക്രമിയെ ഒതുക്കുവാൻ, അതായത് ശത്രുക്കളെ ഒതുക്കുവാൻ വേണ്ടിയിട്ട് 1000 തവണ ഈ ഇസ്മ് ചൊല്ലിയാൽ മതി. പിന്നെ ഈ ഇസ്മ് പതിവായി ചൊല്ലിയാൽ ക്ഷീണവും തളർച്ചയും പ്രയാസങ്ങളും ഒക്കെ ഇല്ലാതാകും. അങ്ങനെ നമ്മൾ 54 ഇസ്മ് ജേർണലിംഗ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ചെയ്യാം. പിന്നെ കുറച്ച് നേരം നമ്മൾ ബോഗെയിൻവില്ലയിൽ കുറേ പൂക്കൾ കൊഴിഞ്ഞു പോയിട്ടുള്ള ചില്ലകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ പൂക്കൾ ഉണ്ടാകുന്ന സീസണൊന്നുമല്ല, എന്നാലും ആ ഒരു ചില്ലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അങ്ങനെ മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നിസ്കരിക്കാനൊക്കെ പോവാണ്. നമ്മളെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ 4 സമയങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ജീവിതം ബർക്കത്തുള്ളതായി മാറും. ആ 4 സമയങ്ങൾ ഏതൊക്കെയെന്നുള്ളത് പറയാം. ഒന്നാമത്തത് മഗ്‌രിബിന് മുമ്പുള്ള സമയം. രണ്ടാമത്തത് സുബ്ഹിൻ്റെ മുമ്പുള്ള സമയം, അതായത് തഹജ്ജുദിൻ്റെയും സുബ്ഹിൻ്റെയും ഇടയിലുള്ള സമയം. മൂന്നാമത്തത് മഗ്‌രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിലുള്ള സമയം. നാലാമത്തത് സുബ്ഹ് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം. ഈ 4 സമയങ്ങളും നമ്മൾ ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഇൻഷാ അല്ലാഹ് അപ്പോൾ നമ്മളെ ജീവിതം ബർക്കത്തുള്ളതായിട്ട് മാറും. ഇതിപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ബേക്കറിയിലേക്ക് വന്നതാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി കണ്ടു. അധികം ഐറ്റംസ് ഒന്നും ഇല്ലാണ്ട് ബ്രെഡും അതുപോലെ ഡയറി മിൽക്കും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു പുഡിങ്. അപ്പോൾ എനിക്ക് ആ ഒരു റെസിപ്പി ട്രൈ ചെയ്യണമെന്നൊരാഗ്രഹം തോന്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് എത്തിയിട്ട് കുറച്ച് നേരമാകുമ്പോഴേക്കും നല്ല മഴ തുടങ്ങി. അൽഹംദുലില്ലാഹ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തുന്നവരെ എന്തോ ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ഡിന്നർ കഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊറോട്ട വാങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എഗ്ഗ് റോസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എഗ്ഗും പൊറോട്ടയൊക്കെ വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. ഒന്നിങ്ങനെ തട്ടിക്കൂട്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ആക്കാമെന്ന് വിചാരിച്ചു.
സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയ സമയത്തൊന്നും എനിക്കിത് ടേസ്റ്റ് ഉണ്ടാവുമോ ഇല്ലയെന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യുക. അതല്ല ടേസ്റ്റ് ഇല്ലെങ്കിൽ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. സാധനം ഉണ്ടാക്കിയപ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ട്. മാഷാ അല്ലാ, ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാണ്. ആദ്യം തന്നെ ഞാനിതാ 5 പൊറോട്ട ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ചെറുതായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. 2 മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1 മീഡിയം സൈസിലുള്ള തക്കാളി, പിന്നെ 2 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇത്രയും ഐറ്റംസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴഞ്ഞ് വരുമ്പോൾ ഒന്നിങ്ങനെ കളർ മാറി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതൊന്നിങ്ങനെ ക്രഷ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് തന്നെ വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്കിനി ഇതിലേക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു തട്ടിക്കൂട്ടിയിട്ടുള്ള ഡിന്നറാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത് ചിക്കൻ മസാലയാണ്. അപ്പോൾ അത് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 പൊടികൾ മാത്രമേ നമ്മളിപ്പോൾ ഇതിൽ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്കൊരു 5 കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 5 പൊറോട്ടയാണ് എടുത്തിട്ടുള്ളത്. 5 പൊറോട്ടയിലേക്ക് 5 കോഴിമുട്ട, അങ്ങനെയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. കോഴിമുട്ട കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും. ഇവിടെ കുരുമുളക് പൊടിയില്ല, കുരുമുളകാണുള്ളത്. അതുകൊണ്ട് ഞാനിതിൽ അത് ചേർത്തിട്ടില്ല. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പൊറോട്ട ഇതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നന്നായി ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തളിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ കൂടെ മാമൻ്റെ മോനും ഉണ്ട്. അവനക്ക് ഇങ്ങനെ വീഡിയോ എടുത്തു തരാനും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി ഇതിലേക്കൊരു ചെറിയ സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കുമ്പോൾ. പിന്നെ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്താൽ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും. അങ്ങനെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. ഇവിടെ എൻ്റെ മേമാടെ മോളും പിന്നെ എൻ്റെ മാമൻ്റെ മക്കളൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഡിന്നറൊക്കെ കഴിച്ചു. പുറത്ത് ഭയങ്കര മഴയാണ് കേട്ടോ. ഇനി അടുത്തത് ഹെയർ കെയറിൻ്റെ കാര്യങ്ങളാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊരു ഹെയർ ടോണർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അത് ഞാൻ രാത്രിയാണ് യൂസ് ചെയ്യാറുള്ളത്. രാത്രി ഇത് അപ്ലൈ ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മൾ കുളിക്കുന്ന സമയത്ത് കഴുകിക്കളഞ്ഞാൽ മതി. പിന്നെ ഞാനിത് ഫ്രിഡ്ജിലാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത്. ഇനി അടുത്തത് സ്കിൻ കെയറിൻ്റെ കാര്യങ്ങളാണ്. ഇത് ഞാനിപ്പോൾ 1 മാസമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്ലെൻസറാണ്. സിറ്റാഫിലിൻ്റെ ജെൻറ്റിൽ സ്കിൻ ക്ലെൻസർ. ഇത് നല്ലൊരു ക്ലെൻസറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളെ ഫേസ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കില്ല. മാത്രമല്ല ഇത് 1 മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഫേസ് കുറച്ച് ബ്രൈറ്റൺ ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബോട്ടിൽ നമുക്ക് ഏകദേശം ഒരു 3 മാസമൊക്കെ യൂസ് ചെയ്യാനുള്ളതുണ്ടാവും. പിന്നെ ഒരു നൈറ്റ് ക്രീം യൂസ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഗുഡ് വൈബ്സിൻ്റെ D10 ഗ്ലോ നൈറ്റ് ക്രീമാണ്. ഇത് നല്ലൊരു ക്രീമാണ് കേട്ടോ. ഇത് ഞാൻ ഡെയിലി ഒന്നും യൂസ് ചെയ്യാറില്ല. ചില ദിവസങ്ങളിലൊക്കെ മറക്കും. എന്തായാലും നമ്മളിത് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ചേഞ്ചൊക്കെ നമ്മളെ ഫേസിലുണ്ടാവും. പിന്നെ ഇത് മാമാ എർത്തിൻ്റെ ലിപ് ബാമാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലിപ് ബാമാണ് കേട്ടോ. എൻ്റെ ലിപ്സിൽ കുറച്ച് പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്തപ്പോൾ പിഗ്മെൻറ്റേഷനൊക്കെ മാറി നല്ല ചേഞ്ച് ഉണ്ട്. പിന്നെ ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ഈ ഒരു ലിപ് ബാം മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. വേറെ ലിപ്സ്റ്റിക്കൊന്നും ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നൈറ്റ് കെയർ റൂട്ടീൻ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ.